നടക്കുന്നത്. എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ ഈ ഭൂട്ടാൻ തട്ടിപ്പ്? ഇത് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് വളരെ വളരെ ഈസി ആയിട്ട് നടക്കുന്നൊരു സംഭവമാണ് ഈ ഭൂട്ടാൻ തട്ടിപ്പ്. എങ്ങനെയാണ് സംഭവം നിങ്ങൾക്കറിയാം? ഈ ഭൂട്ടാനിലോട്ട് അവിടെ വണ്ടികൾ വരും. അതായത് ഗൾഫ് കൺട്രീസിൽ നിന്നാണ് വളരെ ചീപ്പായിട്ട് ഈ വണ്ടികൾ വരുന്നത്. അവിടെ ടാക്സ് വളരെ കുറവ്. ഈ വണ്ടികൾ അവിടെ വന്ന ശേഷം അവിടെ ഒരു കമ്പനി എന്ന് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളുണ്ട് ഭൂട്ടാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന സിക്കിം, ഇപ്പുറത്ത് മാറി ഹിമാചൽ പ്രദേശ്, പിന്നീട് കുറച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. ഇങ്ങോട്ടൊക്കെ വണ്ടി പോകാൻ നേരത്ത് അവിടെ പിന്നെ ഈ രജിസ്ട്രേഷൻ സംഭവം നടക്കും. അത് ഇന്ത്യയുമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. പക്ഷെ നേപ്പാളുമായിട്ടില്ല, ഭൂട്ടാനുമായിട്ടുണ്ട്. കാരണം ഭൂട്ടാനിൽ വലുതായിട്ടൊന്നും വാഹനങ്ങളില്ല. അവിടുത്തെ രാജഭരണം അവർ ഈ പറയുന്ന പോലെ വലിയ ടാക്സ് എന്ന് പറയുന്നത് 0 ടാക്സ് എങ്ങാണ്ടാണ് അവിടെ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് ഭൂട്ടാനുള്ള. ചെറിയ രീതിയിലുള്ള ടാക്സേ ഉള്ളൂ. അപ്പോൾ സിക്കിമിലോ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ റോഡ് ടാക്സ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഭൂട്ടാനിലൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയുടെ പേരിൽ ഈ വണ്ടികളൊക്കെ ഇന്ത്യയിൽ വരാം. പിന്നെ പല സ്റ്റേറ്റുകളും വളരെ കുറച്ച് ടാക്സുകളെടുത്തോണ്ട് ഇത് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഇത് പഴയ വണ്ടിയാണെന്ന് കാണിച്ചിട്ട് ഇത് നേരെ അങ്ങ് കേരളത്തിലോട്ടും മറ്റു പല ഭാഗത്തോട്ടും, ഡൽഹിയിൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്,